ഞാനൊരു പടം ചെയ്യാൻ വേണ്ടി ഫ്ലഷ് ചെയ്യാൻ വേണ്ടി ലക്ഷദ്വീപിൽ പോയി ലക്ഷദ്വീപുകാരോട് ഇടപഴകിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഈ പ്രഫുൽ ഗോഡ പട്ടേൽ എന്ന് പറയുന്ന വ്യക്തി വരികയും ലക്ഷദ്വീപിന് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു, ആളുകളൊക്കെ ശ്വാസം മുട്ടി തുടങ്ങി, ആൾക്കാരൊക്കെ ഈ ഗുണ്ട ആക്ട് അങ്ങനെ കരിനിയമങ്ങളാണല്ലോ പുള്ളി പാസ്സാക്കാൻ ശ്രമിച്ചത്. അതൊക്കെ ഇക്കന്ന് നമ്മളൊപ്പം നിന്നിട്ടുണ്ട്, നികേഷ് സാറ് നമ്മളൊപ്പം നിന്നിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമേ ഇല്ല, അതിൻ്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കി കൂടെ നിന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. അപ്പം ആ സാഹചര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണമെന്ന് തോന്നി. മറ്റെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. എൻ്റെ ലൈഫിൽ എന്തൊക്കെ ഞാൻ അനുഭവിച്ചോ, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് ഒക്കെ ഞാൻ മറന്നിട്ടാണ് ഞാൻ ആ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത്. അതിനും ഇക്കാക്കറിയാം അതിൻ്റെ ജെന്യൂനിറ്റി എന്താണെന്നുള്ളത്. ഞാൻ ഇക്കാനോടാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് അല്ലേ, നികേഷ് സാറിനോടും ഇക്കാനോടും ഒക്കെയാണ്. അപ്പം ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എത്രത്തോളം അന്ന് ആത്മാർത്ഥമായിട്ട് നിന്നു, അതിന് ഏറ്റവും കൂടുതൽ ഫോർ എക്സാമ്പിൾ ഇക്ക തന്നെയാണ്. അപ്പം ആ സമയത്തും ഞാൻ പറഞ്ഞത് നമ്മൾ വീടും ഉമ്മയും നമ്മൾ മാത്രമാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് വാപ്പയും അനിയനും ഒന്നും ഇല്ല, നമുക്കൊരു കുടുംബത്തൊരു നാഥനില്ല. ഇപ്പം എത്രയായാലും എനിക്കൊരു ലിമിറ്റുണ്ട്, നമുക്കൊരു മിസ്സിങ് ആണ്, വീട്ടിലെന്നും ആളുകൾ മിസ്സിങ് ആണ്. സോ ആ ഒരു മിസ്സിങ് ഒക്കെ എന്നത്തേക്കും ഒന്ന് മാറ്റണമെന്ന് തോന്നി എനിക്ക്. എൻ്റെ ഉമ്മ എപ്പോഴും പറയും ഒരു കല്യാണം വേണ്ടേ, ഇങ്ങനെ നടന്നാൽ മതി. ഉമ്മാക്കും ഒരു വിഷമമാണല്ലോ. അങ്ങനെ എടുത്തൊരു തീരുമാനമാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ ഒരു സുഹൃത്താണ് ഇദ്ദേഹം എന്തുകൊണ്ടും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, എൻ്റെ A to Z കാര്യങ്ങൾ അറിയാം, എന്ത് സംഭവിച്ചു എൻ്റെ ലൈഫിൽ, എങ്ങനെയാണ് ഞാൻ, എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ഇതൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിനെ തന്നെയല്ലേ നമ്മൾ പാർട്ട്ണറായിട്ട് പിന്നെ ചൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഒരാളെ കിട്ടി. തുറന്നു പറയുകയാണോ, അങ്ങോട്ട് പറയുകയാണോ ചെയ്തത്? ഞാൻ അങ്ങോട്ട് പറയേണ്ടി വന്നിട്ടില്ല, പുള്ളിക്ക് ഇങ്ങോട്ട് തന്നെ. ഐഷയെക്കുറിച്ച് മൊത്തം സ്റ്റഡി ആയിരുന്നു ഓഫ്കോഴ്സ് ആണല്ലോ, കാരണം പുള്ളി 3 വർഷമായിട്ട് ലക്ഷദ്വീപിലുള്ള ആളാണ്. 3.5 വർഷം 4 വർഷം ഏതാണ്ട് ലക്ഷദ്വീപിലുണ്ടായിരുന്ന ആൾക്ക് ഞാൻ എന്നെപ്പറ്റി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം. അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഐഷ നടത്തുന്നത് ജെന്യൂനാണെന്ന് അദ്ദേഹം കണ്ടെത്തി. എൻ്റെ ശബ്ദത്തെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഡയറക്ടറാണ് എന്നതല്ല പുള്ളിനെ ഇഷ്ടപ്പെടുത്തിയത്. പുള്ളിക്ക് ഇഷ്ടമായത് ഞാൻ ആ ജനങ്ങൾക്ക് വേണ്ടി ഇത്ര ജെന്യൂനായിട്ട് സംസാരിക്കുന്നു, ഇടപെടുന്നു, എന്നിട്ടും പല ആളുകളിൽ നിന്ന് തെറിവിളി കേൾക്കുന്നു, എന്നിട്ടും ഞാൻ പ്രതികരിക്കുന്നു. ഇക്കാക്കറിയാം എന്നെ ഇപ്പോൾ പാകിസ്ഥാനിയാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പറ്റി. ഇക്കാക്കറിയാം എന്നെ ഇപ്പോൾ എന്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരെന്നെ പല രീതിയിലും ആക്രമിക്കാൻ ശ്രമിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും. അപ്പം അത്തരം ആളുകളുടെ ഇടയിൽ നിന്നിട്ട് പോലും ഞാനിങ്ങനെ വീണ്ടും വീണ്ടും നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നത് കാണുമ്പോൾ അയാൾ അതിനെയാണ് ഇഷ്ടപ്പെട്ടത്. ആ ഒരു പോരാട്ടം ഐഷയ്ക്ക് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ പോരാട്ടം ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ നഷ്ടങ്ങളിലൊപ്പം ഒരു ജീവിത പങ്കാളിയും കിട്ടി. നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ കേസൊക്കെ വന്നപ്പോൾ അറിയാലോ ഇക്കാക്ക്, കേസൊക്കെ വരികയാണെന്ന് പറയുന്നത് നിസ്സാര കേസുകളല്ലല്ലോ. അത് 2 വകുപ്പെന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വളരെ മാരകമായിട്ടുള്ള 2 വകുപ്പാണ്. ഏറ്റവും പീക്കിൽ കിടക്കുന്ന 2 സെക്ഷനാണ് എൻ്റെ പേരിൽ ചാർജ് ചെയ്തത് പോലും. അതിന്ന് റിക്കവർ ആവാന്ന് പറയുമ്പോൾ അന്ന് എനിക്ക് ജാമ്യം കിട്ടിയപ്പോൾ ബോധം പോയ ആളാണ് ഇക്ക. ആണോ അല്ലയോ? ലൈവിൽ നിൽക്കുമ്പോൾ തന്നെ ഇക്കാക്ക് കാരണം അത് സന്തോഷം കൊണ്ടാണ് ഇക്കാക്ക് ബോധം പോയത്. കാരണം ഇക്കാക്ക് എന്നെ അത്രയും അറിയായിരുന്നു. അല്ലേ, കോവിഡ് സമയത്ത്. ആ സമയത്ത് എനിക്ക് ജാമ്യം കിട്ടിയത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു വ്യക്തിയാണ് ഇക്ക. ഇതേ സന്തോഷം ആളുകളുടെ ഇടയിൽ, ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, പള്ളിയിലെ അച്ഛന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഞാൻ പിന്നീട് പല വഴിക്കും പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ യാത്ര ചെയ്യുമ്പോഴാണ് അറിയുന്നത്. ഇത് ആയിഷ സുൽത്താനല്ലേ എന്ന് ചോദിച്ചിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞാൽ അതെ, ഞാൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പള്ളിയിലെ അച്ഛനാണ് കേട്ടോ, എത്ര മെഴുകുതിരിയാ മോൾക്ക് വേണ്ടി ഞാൻ കത്തിച്ചെന്ന് പറയുന്നത്. അപ്പം ജാതി മതഭേദമന്യേ അവരൊക്കെ എനിക്ക് വേണ്ടി കൂടെ നിന്ന ആൾക്കാരാണ്. ഞാൻ പോലും അറിയാതെ എന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ, ഞാൻ പോലും അറിയാതെ എനിക്ക് വേണ്ടി ദുആ ചെയ്ത ആൾക്കാർ, വിളക്ക് കത്തിച്ച ആൾക്കാരുണ്ട്, പള്ളിയിൽ മെഴുകുതിരി കത്തിച്ച ആൾക്കാരുണ്ട്. പല ഓട്ടോ ഡ്രൈവർമാർ, ഞാൻ ഓട്ടോയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവരൊക്കെ പറയും മോൾക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ, ഞാനന്ന് ഫുഡ് പോലും കഴിച്ചിട്ടില്ല, മോളുടെ കാര്യം ആലോചിച്ച്. ആ സ്നേഹമാണ്, ആ സ്നേഹം തന്നൊരു ബലമുണ്ട്, ഒരു ശക്തിയുണ്ട്. അത് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇന്നും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ളൊരു
ഇതിൽ ഒരു ധൈര്യം എനിക്കുള്ളത്. അവർ തന്നെയാണ് നമ്മളെ ഇത്രയും ധൈര്യം നമുക്ക് കിട്ടിയത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.